ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനതയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്ന് റിപ്പോർട്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യ 2050ഓടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പ്യൂ റിസർച്ച് സെന്റർ റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യ ആദ്യ സ്ഥാനത്തെത്തുമ്പോൾ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തെത്തും. ക്രിസ്തുമതത്തെ മറികടന്ന് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമാകും എന്നാണ് പ്രവചനം. ഹിന്ദുമതം മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും. ലോകമതങ്ങളുടെ ഭാവി ജനസംഖ്യാ വളർച്ചാ പ്രവചനങ്ങൾ 2010-2050 എന്ന റിപ്പോർട്ടിൽ അടുത്ത 25 വർഷത്തിനുള്ളിലെ മതവളർച്ചാ പ്രവണതകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇന്ത്യയെ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഹിന്ദു ജനസംഖ്യ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമാണെന്നും 2050ഓടെ ക്രിസ്ത്യാനികളെ മറികടക്കുമെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോക ജനസംഖ്യ 35% വർദ്ധിക്കുമ്പോൾ മുസ്ലിങ്ങൾ 73% വർദ്ധിക്കുമെന്ന് കണക്കാക്കുന്നു. 2050ഓടെ മുസ്ലിങ്ങളുടെ എണ്ണം 2.8 ബില്യണിൽ എത്തും. ലോകത്തെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ വേഗത്തിൽ വളരുന്ന മതവിഭാഗമാണ് മുസ്ലിങ്ങൾ. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 2010-ലെ 14.4% നിന്ന് 2050ഓടെ 18.4% 31 കോടി മുസ്ലിങ്ങൾ അന്നേക്ക് ഇന്ത്യയിൽ ഉണ്ടാകും. ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ 11% വരും. മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് മറ്റു മതങ്ങളെക്കാൾ ഉയർന്നതാണ്. ഇത് ജനസംഖ്യ വർധനവിന് ഇടയാക്കും. മുസ്ലിങ്ങളുടെ ശരാശരി പ്രജനന പ്രായം 22 ആയപ്പോൾ അത് ഹിന്ദുക്കൾക്ക് 26 വയസ്സും ക്രിസ്ത്യാനികൾക്ക് 28 വയസ്സുമാണ്. ക്രിസ്ത്യൻ ജനസംഖ്യ നിലവിലെ 2.5% നിന്ന് 2050ഓടെ 2.3% കുറയുമെന്നാണ് പ്രവചനം. ആഗോളതലത്തിൽ 62% മുസ്ലിങ്ങൾ ഏഷ്യ പസഫിക് മേഖലയിൽ താമസിക്കുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പ്രധാന കേന്ദ്രങ്ങളാണ്. നിലവിൽ ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണെങ്കിലും 2050ഓടെ ഇന്ത്യ ഈ സ്ഥാനത്തേക്ക് ഉയരുമെന്ന് റിപ്പോർട്ട് പറയുന്നു. 2050ഓടെ പാകിസ്ഥാൻ ലോകത്തിലെ 2ാം സ്ഥാനത്തെത്തുകയും ഇന്തോനേഷ്യ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. ഇന്തോനേഷ്യയിൽ 25.7 കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ 27.3 കോടി മുസ്ലിങ്ങൾ ഉണ്ടാകും. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറയുമെന്ന് പ്രവചിക്കുന്നു. പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ 2010-ലെ 1.6% നിന്ന് 2050ഓടെ 1.3% കുറയുമെന്നാണ് കണക്കുകൾ. യൂറോപ്പിൽ മുസ്ലിം ജനസംഖ്യ 10% വരെ ഉയരും. 2050ഓടെ മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മാറും എന്നത് ശ്രദ്ധേയമാണ്. നിലവിൽ ലോക ജനസംഖ്യയുടെ 31.4% ക്രിസ്ത്യാനികൾ ആകുമ്പോൾ 29.7% മുസ്ലിങ്ങളാണ്. ഹിന്ദുമതം 14.9% മൂന്നാം സ്ഥാനത്ത് തുടരുന്നു. ലാറ്റിൻ അമേരിക്കയും കരീബിയൻ പ്രദേശങ്ങളും ഒഴികെ മറ്റെല്ലാ പ്രധാന മേഖലകളിലും മുസ്ലിങ്ങൾ വേഗത്തിൽ വളരുന്നതായി പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു.